എല്ലാവരും സന്തോഷത്തോടെ ന്യൂ ഇയർ ആഘോഷിക്കണം. അതുകൊണ്ട് ഇന്ന് പഴയ പിണക്കങ്ങൾക്കൊന്നും സ്ഥാനമില്ല. ജ്യോതി, ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ചിത്രേ, ജ്യോതിക്ക് ജ്യൂസ് കൊടുക്ക്. ജ്യോതി, ഇവരെന്റെ മരുമക്കള് തന്നെയല്ലേ, അതോ ഇവർക്ക് ആള് മാറിപ്പോയതാണ്? ഈശ്വര, ഇത്ര പെട്ടെന്ന് ആർക്കെങ്കിലും ഇങ്ങനെ മാറ്റം വരുമോ? ജ്യൂസ് കുടിക്കൂ ജ്യോതി. കുടിച്ചോ ജ്യോതി. ഇന്നത്തെ ദിവസം ആർക്കും തമ്മിൽ പിണക്കവും പരിഭവവും ഒന്നുമില്ല. എല്ലാ പിണക്കങ്ങൾക്കും ഇന്ന് അവധി. ആഘോഷം മാത്രമേ ഉള്ളൂ. ഗസ്റ്റുകളൊക്കെ വന്നു തുടങ്ങി. ഞങ്ങളെന്നാ അങ്ങോട്ട് നിൽക്കട്ടെ. ശരി മോളെ. എന്താടി ഇതൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ ഇവിടെ ഇപ്പൊ എന്തുണ്ടായി? സ്നേഹം വഴിഞ്ഞൊഴുകാണല്ലോ മൂന്നെണ്ണത്തിനും. ഈ അമിത സ്നേഹപ്രകടനം കണ്ടെന്നും മമ്മി അവരെ വിശ്വസിക്കണ്ട. എന്തെങ്കിലും രഹസ്യമായ പദ്ധതി ഒരുക്കിയിട്ടായിരിക്കും പുറമേ ഈ സ്നേഹപ്രകടനം നടത്തുന്നത്. എന്നോട് അവളുമാരുടെ ഒരു കളിയും നടക്കത്തില്ല. വരുന്നു. ഗുഡ് ഈവനിങ് അങ്കിൾ. ഗുഡ് ഈവനിങ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും സുഖമല്ലേ? ഈശ്വരനെ അനുഗ്രഹിച്ച് എല്ലാം നന്നായിരിക്കും. പുതുവർഷം പിറക്കുമ്പോ എല്ലാരും കൂടെ ഇങ്ങനെ ഒന്നിച്ചു കൂടുന്നത് തന്നെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ? അതെ അങ്കിൾ, ഈ ആഘോഷം എല്ലാവർക്കും വേണ്ടിയാ. കഴിഞ്ഞതെല്ലാം മറന്ന് എല്ലാവരും സന്തോഷമായിരിക്കും. അക്കാര്യത്തില് DKക്ക് ഒട്ടും ടെൻഷൻ വേണ്ട. ഞങ്ങൾ ഈ ഫംഗ്ഷനില് എല്ലാവർക്കും സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരെ എന്റർടൈൻ ചെയ്യിക്കാൻ പറ്റിയ ചില ഗെയിമുകൾ തന്നെയാ ഞങ്ങളുടെ പ്ലാനിങ്. മാത്രമല്ല, ചില സമ്മാനങ്ങളും പ്ലാൻ ചെയ്തിട്ടുണ്ട്. DK തന്നെ വേണം അതൊക്കെ കൊടുക്കാൻ. ഫാൻസി ഡ്രസ് മത്സരം കൂടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഫാൻസി ഡ്രസ്സോ? ആരതൊക്കെ തീരുമാനിച്ചത്? അയ്യോ, ഞാനല്ല DK, മായിച്ചേ പ്ലാൻ ചെയ്തത്. മായയുടെ പ്ലാനിംഗ് ആണെങ്കിൽ അതിലൊരു കുറവും സംഭവിക്കില്ല. മറ്റു ചിലരായിരുന്നെങ്കിൽ ന്യൂ ഇയർ ആഘോഷം മണ്ടത്തരങ്ങളുടെ ഘോഷയാത്ര ആയനെ. ശരി, അപ്പോ നിങ്ങളുടെ പ്ലാനിംഗ് നടക്കട്ടെ. ഇവളുമാരുടെ പ്ലാനിങ്ങിൽ ഒരു ദുരൂഹതയുണ്ടല്ലോ. മോളെ, ഞങ്ങൾ പത്മാവതി അമ്മ ഒന്ന് കണ്ടിട്ട് വരാം. DK എനിക്ക് ഒരു മാസത്തെ സമയം ഡെഡ്ലൈൻ തന്ന കാര്യം ഇവളുമാരറിഞ്ഞിട്ടുണ്ടാവോ? എനിക്കുള്ള യാത്രയെപ്പാണോ ഇവര് പ്ലാൻ ചെയ്യുന്നത്? അതിനൊരു മറുപടി കൊടുത്തേ പറ്റൂ. ഒന്നുകിൽ ഞാൻ DKയുടെ തെറ്റ് തെളിയിക്കണം, അല്ലെങ്കിൽ സ്വയം തെറ്റ് സമ്മതിച്ച് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോണം. ഇന്നത്തെ ന്യൂ ഇയർ ആഘോഷം എനിക്കും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ രാത്രി കൊണ്ട് ഒരു തീരുമാനത്തിലെത്തിയേ തീരും. നാളെ ഞാൻ ഈ അമരാവതിയിൽ വേണോ വേണ്ടയോ എന്ന് ഈ ന്യൂ ഇയർ ആഘോഷം തീരുമാനിക്കും. എന്റെ വിധി തീരുമാനിക്കുന്ന രാത്രിയായത്. എന്ത് സംഭവിച്ചാലും ഈ രാത്രി സത്യം തെളിയിക്കും ഞാൻ. ഇയാളുടെ ശല്യം വിട്ട് പോകുന്നില്ലല്ലോ ഈശ്വര. ഈ CBIക്കാർക്ക് എന്തോ ന്യൂ ഇയർ ഒന്നുമില്ലേ? ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. 3 എഗ് വൈറ്റ് കൂടി ചേർത്ത് ഹീറ്റ് ചെയ്തെടുത്താൽ നന്നായി സോഫ്റ്റ് ആവും. കേക്ക് കഴിക്കുന്നവർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുകയും ചെയ്യും. മനസ്സിലായോ?
മനസ്സിലായി ചേട്ടാ. പക്ഷെ ഞാനിങ്ങനെ പ്രൊഫഷണൽ ആയിട്ട് ഇതുവരെ കേക്ക് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. യൂട്യൂബ് നോക്കിയാ റെസിപ്പീസ് പഠിച്ചതും കേക്ക് ഉണ്ടാക്കിയതും. പക്ഷെ കഴിച്ചവർക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാ അന്ന് ഇവിടുത്തെ ബർത്ത്ഡേ ഫംഗ്ഷന്റെ ഓർഡർ എനിക്ക് തന്നെ കിട്ടിയത്. ആ കേക്കിന്റെ രുചി ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അന്ന് കേക്കും കൊണ്ട് വന്ന ആള് ഇപ്പൊ ഈ അമരാവതിയുടെ മരുമകളാ, മിസ്സസ് ഹിറ്റ്ലർ. അല്ലേ ഏട്ടാ? ഓ അത് ശരി. അപ്പൊ നീയും എന്നെ കളിയാക്കാൻ തുടങ്ങിയോ? അയ്യോ, കളിയാക്കിയതല്ല ഏട്ടാ, പെട്ടെന്ന് അറിയാതെ പറഞ്ഞു പോയതാ. അത് സാരമില്ല. നിന്റെ ചേച്ചി എന്നെ എപ്പോഴും ഹിറ്റ്ലർ എന്ന് വിളിച്ച് എനിക്കിപ്പോ അത് ശീലമായി. പ്രിയ, ഇതിൽ ഓയിലാണോ യൂസ് ചെയ്യുന്നത്? അതെ. കേക്ക് ഉണ്ടാക്കുമ്പോ ഓയിൽ യൂസ് ചെയ്യുന്നതിന് പകരം അൺസോൾട്ടഡ് ബട്ടർ യൂസ് ചെയ്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. താങ്ക് യു ഏട്ടാ. വെൽക്കം. എനിക്കിപ്പോ എന്ത് സന്തോഷാണെന്നറിയോ? എന്തിന്? ഏട്ടൻ ഇങ്ങനെ ഇവിടെ എന്റെ അടുത്ത് നിന്ന് കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിച്ചു തരുമ്പോ സത്യത്തിൽ ഞാനൊരു അനിയത്തിയായി പോകുന്നുണ്ട്. ഞാൻ വല്ലാതെ സെക്യൂർഡ് ആണെന്ന് തോന്നുക. ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സുരക്ഷിതത്വം. ജന്മം കൊണ്ട് മാത്രമല്ല, കർമ്മം കൊണ്ടും ബന്ധങ്ങളുണ്ടാവും. നിന്റെ പ്രായത്തിലുള്ള എനിക്ക് പരിചയമുള്ള എല്ലാ പെൺകുട്ടികളും എന്റെ അനിയത്തിമാരാ. അപ്പൊ ശരി, കേക്ക് മേക്കിംഗ് നടക്കട്ടെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഓക്കേ ഏട്ടാ. മായേ, ഗിഫ്റ്റ് ബോക്സ് ഒക്കെ എവിടെ? അതൊക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്ക്. എല്ലാവർക്കും ഉള്ളതുണ്ടല്ലോ അല്ലേ? അതൊന്നും പേടിക്കണ്ട, എല്ലാവർക്കും ഉണ്ട്. പാർട്ടി അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിലെ മായ ചെയ്തെല്ലാൻ ആർക്കും പറ്റില്ല. എന്തിനാ പെണ്ണിനോട് ഇത്രയ്ക്ക് അടുപ്പം കാണിക്കുന്നത്? കേക്ക് ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നു, ന്യൂ ഇയർ കേക്ക് സെറ്റ് ചെയ്യുന്നു. ഇത് പണിയാവോ മായച്ചി? ജ്യോതിയുടെ കുടുംബം മുഴുവൻ നാണം കെട്ടി ഇവിടുന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ എന്റെ പേര് മായെന്നല്ല. നോക്ക്, മായച്ചി, ദേ നോക്ക്. ഇതെന്താ മായച്ചി, ഇവിടെ നമ്മൾ അറിയാതെ വേറെ വല്ല ഫാൻസി ഡ്രസ്സും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇത് ജ്യോതിയല്ലേ? എന്റെ മരുമക്കള് 3 പേരും ചേർന്ന് ഒരു ഫാൻസി ഡ്രസ്സ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് ഭംഗി കൂട്ടാനാണ് ഈ മാസ്ക്. ഈ മാസ്ക് വെച്ചോണ്ട് വേണം എല്ലാവരും ന്യൂ ഇയർ ഡാൻസ് കളിക്കാൻ.
ഇവളെന്തോ ഒരു പദ്ധതി ഒരുക്കിയിട്ടുണ്ട്. ഈ മാസ്കും വെച്ച് ജ്യോതിയെ ബ്ലാക്ക്മെയിൽ ചെയ്താരാണെന്ന് കണ്ടുപിടിക്കാനുള്ള പ്ലാൻ. ഈ മാസ്ക് മുഖത്ത് വെച്ച് ഡാൻസ് ചെയ്യാനോ? കഷ്ടപ്പെട്ടിട്ട് മേക്കപ്പ് എല്ലാം പോവില്ലേ? ഇതുപോലൊരു ഗെയിം വേറെ എവിടെയും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. ബെറ്റി, വാട്ട് ഈസ് ദ പ്ലാൻ? എക്സ്പ്ലെയിൻ. എല്ലാവരും ഈ മാസ്ക് വെക്കണം. ഭാര്യ ഭർത്താക്കന്മാർ ഡാൻസ് ചെയ്യുന്ന സമയത്ത് പരസ്പരം കണ്ടുപിടിക്കണം. എന്നിട്ടവര് ജോഡിയായിട്ട് ഡാൻസ് ചെയ്യണം. ഏറ്റവും നന്നായി ഡാൻസ് ചെയ്യുന്നവർക്ക് ഒരു സമ്മാനമുണ്ട്. എന്ത് സമ്മാനം? അത് സസ്പെൻസാ. സൂപ്പർ, കൊള്ളാം ബെറ്റി. അപ്പൊ ഈ ഗെയിം ഫിക്സ്ഡ്. ഇവളുടെ ടാർഗറ്റ് കിഡ്നാപ്പറാണ്. അത് ഞാനാണെന്ന് ഇവള് മനസ്സിലാക്കിയ അതോടെ എല്ലാം തീരും. എന്തു വന്നാലും പിടികൊടുക്കാൻ പാടില്ല. പറഞ്ഞത് കേട്ടല്ലോ. എല്ലാവരും റെഡിയല്ലേ? എന്നാ പിന്നെ ഇപ്പൊ നിങ്ങൾ പോയി കളിച്ചോ. സമയാവുമ്പോ പറഞ്ഞതുപോലെ ചെയ്താൽ മതി. പൊയ്ക്കോ. ഇനിയാണ് പ്രധാനപ്പെട്ട സമ്മാനം കൊടുക്കാനുള്ളത്. ജ്യോതിയുടെ അച്ഛനുള്ള സമ്മാനം കൊടുക്കേണ്ടത് നമ്മളല്ല, പിന്നെ DK ആണത് കൊടുക്കേണ്ടത്. അത് വേണോ മായച്ചി? DK ഇതിനകത്തേക്ക് വലിച്ചിടണോ? അത് പ്രശ്നമാവും. അത് ശരിയാ. പക്ഷേ നമ്മൾ ആരും കൊടുത്താൽ അയാൾ ഈ സമ്മാനം വാങ്ങില്ല. പിന്നെ അഥവാ വാങ്ങിയാൽ തന്നെ ഇതിനകത്ത് ഡ്രസ്സ് കണ്ട അയാൾ ഇതിടുവോ? ഒരിക്കലും ഇല്ല. നമ്മൾ കൊടുക്കുന്ന ജോക്കറിന്റെ ഡ്രസ്സ് അയാൾ ഒരിക്കലും ഇടാൻ പോകുന്നില്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് DK കൊണ്ട് ആ സമ്മാനം കൊടുപ്പിക്കണമെന്ന്. മരുമോൻ കൊടുത്ത സമ്മാനം അമ്മായി അച്ഛനെ ഇടാതിരിക്കാൻ പറ്റുമോ? അതില്ല. പക്ഷേ DK ഇത് അയാൾക്ക് കൊടുക്കൂ? എന്ത് പറഞ്ഞ് നമ്മൾ ഈ സമ്മാനം DKയുടെ കൈ കൊടുക്കും? അതൊരു വലിയ കടമ്പ തന്നെയാ. പക്ഷേ ആ കടമ്പ കടന്ന രക്ഷപ്പെട്ടു. അയ്യോ, ഫാൻസി ഡ്രസ് മത്സരത്തിൽ ഞാൻ പങ്കെടുക്കാനോ? ഇല്ല മോളെ, എന്നെ കൊണ്ടാതൊന്നും പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത് അങ്കിൾ. എല്ലാം DKയുടെ ഏർപ്പാടാ. അങ്കിൾ ഇതിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞതും DK തന്നെയാ. ദയവ് ചെയ്ത് അങ്കിൾ ഇത് പറ്റില്ല എന്ന് മാത്രം പറയരുത്. പ്ലീസ് പ്ലീസ് അങ്കിൾ. അല്ല മോളെ, അത് ഒന്നുമില്ല. കുട്ടികളുടെ കൂട്ടത്തില് ഈ ഫാൻസി ഡ്രസ് വേഷം കെട്ടി ഒന്ന് ഡാൻസ് ചെയ്യണം. അത്രേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും ഉണ്ട്. മോളെ, എനിക്കിങ്ങനെ ഈ ഫാൻസി ഡ്രസ് മത്സരത്തിലൊന്നും പങ്കെടുത്ത് പരിചയമില്ല. പിന്നെ ഈ പ്രായത്തില് ഇങ്ങനെ കോലം കെട്ടി ആടുന്നത് നാണക്കേടല്ലേ? അത് സാരമില്ല അങ്കിൾ. ഇത് ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ. DKയുടെ നിർബന്ധം കൂടിയാ ഈ ഫാൻസി ഡ്രസ്. അങ്കിളും കൂടി ഉണ്ടാവുമെന്ന് വിചാരിച്ച ഞങ്ങൾ ഇതെല്ലാം പ്ലാൻ ചെയ്തത്. ഇനിയിപ്പൊ അങ്കിൾ ഇല്ലാന്ന് വന്നാ അത് അത്രയും ക്യാൻസൽ ചെയ്യേണ്ടി വരും. കഷ്ടമുണ്ട് അങ്കിൾ. ശരി, മോള് വിഷമിക്കണ്ട. ഞാൻ ഈ ഡ്രസ് ഇട്ടോളാം. പരസ്പരം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാ മനുഷ്യര്. ഒരു വർഷം തീരുമ്പോ അടുത്ത വർഷത്തേക്ക് ഒരു ന്യൂ ഇയർ വിഷസ് പറയുന്നത് അത്ര വലിയ കാര്യമാണോ? ഒരിക്കലുമല്ല. പക്ഷേ അത് നിന്നോട് പറയാൻ എനിക്ക് ആഗ്രഹമില്ല. പരസ്പരം നന്മ വരാൻ ആഗ്രഹിക്കുന്നവരാ വിശ്വസ് പറയുന്നത്. നമ്മൾ തമ്മിൽ അങ്ങനെയാണോ? ഏത് നേരവും എനിക്ക് പാര വയ്ക്കാൻ നോക്കുന്ന ആളാ നീ. ആ നിനക്കെന്തിനാ ഞാൻ വിശ്വസ് പറയുന്നേ? ഞാൻ പറയില്ല.
അതെ, എന്നെ പോലെ സുന്ദരിയായ ഒരു പെണ്ണിനോട് ന്യൂ വിഷസ് പറഞ്ഞ് പുതിയ വർഷം തുടങ്ങുന്നതിൽ അഭിമാനിക്കൂ ചേട്ടാ. സുന്ദരിയോ? ആര്, നീയോ? എടി, ഒരു പെണ്ണിന് വേണ്ട മിനിമം പൊക്കം നിനക്കുണ്ടോ? ഈ മുഖം കാണാൻ വല്ല ഭംഗിയുണ്ടോ? മണ്ടത്തരങ്ങളല്ലാതെ നീ ഇന്നും ഒരു ജീവിതത്തിൽ നാവെടുത്ത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട കണ്ണും മൂങ്ങയുടെ മൂക്കും 12 പല്ലുമായിട്ട് വന്നേക്കോ. മൊത്തത്തിൽ നിന്നെ കണ്ട അന്നത്തെ ദിവസം പോക്കാം. പിന്നെ നിങ്ങള് വലിയൊരു രാജകുമാരൻ വന്നിരിക്കുന്നു. സത്യത്തിൽ നിങ്ങൾക്ക് എത്ര വയസ്സുണ്ട്? ഒരു 50 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഈ മുടി മൊത്തം ഡൈ അടിച്ചു വെച്ചേക്കുമല്ലേ? കണ്ണിന് കാഴ്ചയില്ലാത്തോണ്ട് ഒരു കണ്ണാടിയും എടുത്തങ്ങ് വെച്ചു. ഫാൻസി ഡ്രസ്സുകാരുടെ ഇന്ന് വാടകയ്ക്ക് എടുത്ത പോലെ ഒരു കോട്ടും. മൊത്തത്തിൽ എന്തൊരു വൃത്തികെട്ട രൂപം നിങ്ങളുടെയെന്നറിയോ? ലോകത്തെ ഒരു പെണ്ണും നിങ്ങളെ സെക്കൻഡ് മാരേജ് ചെയ്യാൻ സമ്മതിക്കാത്തോണ്ട് നിങ്ങൾ എന്നെ അങ്ങ് ബ്ലാക്ക്മെയിൽ ചെയ്ത് കല്യാണം കഴിച്ചു. എന്റെ മരുമകൻ എനിക്ക് ഈ ഡ്രസ്സ് തന്നതിന്റെ ഉദ്ദേശം എന്തായിരിക്കും? എന്നെ ഒരു ജോക്കറായിട്ടാണോ DK കണ്ടിരിക്കുന്നത്? എന്നിട്ട് പാർട്ടിയിൽ ഞാൻ എങ്ങനെ പോവും? എന്നെ കോമാളിയാക്കാൻ DKയും കൂട്ടു നിൽക്കൂ. നീ പറഞ്ഞതൊക്കെ ഒരു കെട്ടുകഥ പോലെയാ എനിക്ക് തോന്നുന്നത്. സുപ്രിയ പോയെന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്കും അവളുടെ ഓർമ്മകളിൽ തന്നെയാ ദേവിച്ച ഓരോ നിമിഷവും ഞാൻ ജീവിക്കുന്നത്. ഉറങ്ങുന്നതും ഉണരുന്നതുമെല്ലാം അവൾക്ക് വേണ്ടി മാത്രം. അപ്പോ ജ്യോതി അതൊരു റോബോട്ടാ. ഭാര്യ എന്നത് വെറുമൊരു പദവിയും. അതിനപ്പുറം ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല. ഓക്കെ, കൊള്ളാം. കാര്യങ്ങളൊക്കെ വിചാരിച്ച പോലെ നടത്തുന്നുണ്ട്. Start the game. Music. ആ കിഡ്നാപ്പർ DK ആണെന്ന് ഈ ഗെയിം തീരുന്നതിന് മുമ്പ് ഞാൻ തെളിയിക്കും. ആ കണ്ണുകൾ അതെനിക്ക് തിരിച്ചറിയാൻ കഴിയും. നിങ്ങൾക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല ഹിറ്റ്ലറെ.
അപ്പോ നീ ആയിരുന്നു ആ കിഡ്നാപ്പർ? സിത്താരയ്ക്ക് പകരം കല്യാണ പെണ്ണിന്റെ വേഷത്തിൽ നീ വേണം കല്യാണ മണ്ഡപത്തിലെത്താൻ. എന്തേ ഞെട്ടിയോ നീ? നിനക്കിതൊരു ഷോക്കാണെന്ന് എനിക്കറിയാം. ഒരുപാട് കഷ്ടപ്പെട്ടു ആ കിഡ്നാപ്പർ DK ആണ് എന്ന് തെളിയിക്കാൻ. ലെഡി ബേക്കറിക്കാരി, ചതിയനാ നീ, കൊടും ചതിയൻ. എന്നെ മാത്രല്ല DK നീ ചതിച്ചു. പ്രിയയെ കിഡ്നാപ്പ് ചെയ്ത് DKയുടെ ജീവിതത്തിലേക്ക് എന്നെ തള്ളിയിട്ടത് നീയാണെന്ന് DK അറിഞ്ഞ പിന്നെ നിന്നെ വെറുതെ വിടില്ല. ഒന്നും അല്ലെങ്കിലും നിന്റെ സഹോദരിയുടെ അമ്മായിയച്ഛനല്ലേ DK? നിന്റെ അടുത്ത ബന്ധുവല്ലേ DK? അയാളോട് ഈ ചതി ചെയ്തത് ശരിയാണോടാ ദ്രോഹി? എന്റെ ബന്ധു DKയോ? നോ, നെവർ. ഒരിക്കലും ഞാനങ്ങനെ കരുതിയിട്ടില്ല. അയാളെന്റെ ശത്രുവാണ്, ആ ജന്മശത്രു. നിനക്ക് വേണ്ടി അയാൾ എന്നെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചു, നാട് കടത്താൻ ശ്രമിച്ചു. പകരം വീട്ടിൽ ഞാൻ ശത്രുക്കളായി പോരടിച്ച നിങ്ങൾ രണ്ടുപേരെയും ഞാൻ പരസ്പരം അങ്ങ് ഒന്നിപ്പിച്ചു. എന്റെ ഊഹം തെറ്റിയില്ല. ഇപ്പോ നീ കാരണം DKയുടെ സമാധാനം മുഴുവൻ അങ്ങ് പോയി കിട്ടി. നിനക്കോ ഈ വീടൊരു നരകവുമായി മാറി. എല്ലാം പറഞ്ഞതുപോലെ ചെയ്യണം. എല്ലാവർക്കും പ്രത്യേകം ചോക്ലേറ്റ് വാങ്ങിത്തരും ചേച്ചി. കേക്കും വേണം. ഓ, ഒരാർത്തിക്കാരൻ. ചെല്ല് ചെല്ല്, വിളിച്ചോണ്ട് വാ. ചെല്ല് ചെല്ല്. എന്തായി? മായിച്ചയുടെ പ്ലാനിങ് ഒട്ടും തെറ്റിയിട്ടില്ല. കുട്ടികളെ ജോലി തുടങ്ങി കഴിഞ്ഞു. നല്ല കുട്ടികളാ അവര്. എന്തെങ്കിലും പറഞ്ഞ അനുസരണയോട് ചെയ്തോളൂ. ഇനി കാണാം ജോക്കറിന്റെ ഫാൻസി ഡ്രസ്. നിന്റെ അച്ഛനും അമ്മയും അനിയത്തിയും നാളെ നേരം പുലരുമ്പോ തെരുവിലായിരിക്കും. മൂർത്തിയെ കൊണ്ട് പണം കൊടുത്ത് നിന്റെ വീടിന്റെ ആധാരം ഞാൻ സ്വന്തമാക്കിയത് വെറുതെ ആണെന്ന് വിചാരിച്ചൊന്നു. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാൽ പിന്നെ നിനക്കെന്നെ എതിർക്കാൻ പറ്റുമോടി? നാളെ മുതൽ നിന്റെ വീട്ടിൽ കയറി പാർപ്പ് തുടങ്ങും ഞാൻ. അതോടെ നിന്റെ ജീവിതം തീർന്നു എന്ന് കരുതിയാ മതി. നിന്നെ കൊന്നിട്ട് ജയിലിൽ പോവും ഞാൻ. അത് നീ വയ്ക്കോ, എവിടെ വേണേലും വയ്ക്കോ. പക്ഷേ അതിനു മുൻപ് എനിക്കെതിരെ തെളിവുണ്ടാക്കാൻ നീ ഒരുത്തി ഇവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ടില്ലേ? എന്റെ വാമഭാഗത്തെ സൂര്യ, അവളെ ഇന്ന് രാത്രി തന്നെ അങ്ങ് തീർക്കും ഞാൻ.
ആ കുറ്റം കൂടി നിന്റെ തലയെ വെച്ച് തരിഞ്ഞ് അങ്ങനെ നീ ജയിലിലാകുമ്പോ നിന്റെ അനിയത്തിക്ക് ആരുമില്ലാതാവും. അവരെ ഞാൻ തെരുവിലേക്ക് ഇറക്കുമെന്ന് ഭീഷണിപ്പെടുത്തും. ഒടുവിൽ മറ്റൊരു മാർഗവുമില്ലാതെ നിന്റെ അമ്മയും അച്ഛനും ചേർന്ന് അവളെ എനിക്ക് കല്യാണം കഴിച്ചു തരും. ഇതൊക്കെ എനിക്കൊരു പൂ പറിക്കുന്ന പോലെ ഈസിയായ കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ അറിഞ്ഞ സത്യം നിന്റെ മനസ്സിൽ തന്നെ വെക്കുന്നതാണ് നിനക്കും നിന്റെ കുടുംബത്തിനും നല്ലത്. അതുകൊണ്ട് ഒരേ വഴിയിലെതിരെ നമ്മളിനി കൂട്ടിമുട്ടരുത്. അങ്ങനെ സംഭവിച്ചാൽ നഷ്ടം നിനക്കും നിന്റെ കുടുംബത്തിനുമായിരിക്കും. നിങ്ങൾ എന്താ ചെയ്തത്? ഇദ്ദേഹം ഭിക്ഷക്കാരനല്ല, എന്റെ അച്ഛനാ. അത് മറക്കരുത്. അച്ഛൻ എന്താ പറ്റിയേ? മായേ 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 ഇത്രയ്ക്ക് മര്യാദയോട് കാണിക്കാൻ നിങ്ങൾക്ക് ആരധികാരം തന്നു? നിങ്ങളൊക്കെ മനുഷ്യരോ അതോ നാൽക്കാലികളോ? വയസ്സായ ഒരു മനുഷ്യനെ ഇങ്ങനെ അപമാനിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നി? നിങ്ങൾ എന്ത് കരുതി ഇദ്ദേഹം ഭിക്ഷക്കാരനാണെന്നോ? എന്റെ ബന്ധുവാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ ഇങ്ങനെ അപമാനിക്കാൻ ആരാ നിങ്ങളോട് പറഞ്ഞത്? ആരാണെന്ന്? മായച്ചി, പണി പാളി. ഇനിയിപ്പോ എന്ത് ചെയ്യും? പൊയ്ക്കോണം അവിടുന്ന്. ഒറ്റൊരെണ്ണത്തിനെ എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ഇറങ്ങിപ്പോവാൻ. മോളെ കളിച്ച് കളിച്ച് കളി കാര്യമായെന്ന് എനിക്ക് തോന്നുന്നു. ആ കിളവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഡിക്ക് നമ്മളെ വെച്ചേക്കില്ല. അയാള് പറഞ്ഞത് കേട്ടില്ലേ? ഡിക്ക് തന്നോണ്ട് ആ ഡ്രസ് ഇട്ടെന്ന്. അത് നമ്മള് മനഃപൂർവ്വം ചെയ്തെന്ന് അപ്പൊ ഡിക്ക് മനസ്സിലായി കാണും. ഈ ഡിക്ക് എന്തിനാ അയാൾ ഇങ്ങനെ പരിചരിക്കാൻ നിൽക്കുന്നത്? ആരെങ്കിലും കൂട്ടി ആശുപത്രിയിലാക്കിയ പോരെ? ഇതിപ്പോ ആ കിളവൻ കാരണം നമ്മൾ പിടിക്കപ്പെടുമെന്ന എന്റെ പേടി. അല്ലെങ്കിലും ഡിക്ക് അയാളോട് ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അതുകൊണ്ടാ ഇത്രയും കെയറിങ്. ഡിക്ക് പറഞ്ഞെന്ന് ഞാൻ ആ കിളവനെ പറഞ്ഞു വിശ്വസിപ്പിച്ചതുകൊണ്ടാ അയാൾ ആ ഡ്രസ് ഇട്ടത്. എന്തായാലും കുട്ടികൾ അയാളെ ഒരു പരുവത്തിലാക്കി. ഇതിനിടയ്ക്ക് അയാൾ ഇങ്ങനെ മയങ്ങി വീഴുന്ന് നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ? അതെ, നമ്മളിങ്ങനെ അധിക സമയം മാറി നിന്ന സംശയം തോന്നും. എന്തായാലും ഇതിന് പിന്നെ നമ്മളാണെന്ന് ഡിക്ക് ഇതിനകം മനസ്സിലായി കാണും. നമ്മുടെ കണക്കുകൂട്ടലിന് ചെറിയൊരു പിഴവ് പറ്റി. ഡിക്ക് ജ്യോതിയോട് മാത്രമേ ശത്രുതയുള്ളൂ. സുധാകരൻ നായരോടും മറ്റുള്ളവരോടും ഒന്നും ഒരു വിരോധവും ഇല്ല. വിരോധം ഇല്ലെന്ന് മാത്രമല്ല, ഡിക്ക് അവരോട് സ്നേഹവും ബഹുമാനമാണ്.
കണ്ടില്ലേ ഡി കെ പൊട്ടിത്തെറിച്ചത്? അത് സാരമില്ല ചിത്രേ. എത്ര പൊട്ടിത്തെറിച്ചാലും ഡി കെ നമ്മളെ ആരെയും ഇവിടുന്ന് ഇറക്കി വിടാനൊന്നും പോകുന്നില്ല. ഇനിയിപ്പോ എന്താ ഒരു വഴി? ഒരു വഴിയേ ഉള്ളൂ. ഡി കെ എന്തു പറഞ്ഞാലും കണ്ണടച്ചു നിന്ന് കേൾക്കുക. ഇനി കൈനിവർത്തി ഒന്ന് തന്ന അതും കൊള്ളുക. അത് മാത്രമേ മാർഗമുള്ളൂ. അവരെത്ര ചീപ്പായിട്ടാ ഞങ്ങളെ കാണുന്നതെന്ന് ഞങ്ങൾക്കിപ്പോ മനസ്സിലായി. രണ്ടാനമ്മയാണെങ്കിലും എന്റെ മകളായിട്ട് തന്നെയാ ഞാൻ ഇവളെ വളർത്തിയത്. അവളുടെ ജീവിതത്തിന് പോറലേറ്റ അതെനിക്ക് വേദനിക്കും. സ്വർണം കൊണ്ട് പണിഞ്ഞ കത്തിയാണെങ്കിലും വെട്ടിയ മുറിയില്ലേ. അതുകൊണ്ട് എല്ലാം ഇന്നിവിടെ അവസാനിപ്പിക്കണം. പോ മോളെ. പ്രിയേ, സുധേട്ടാ വാ. മോനെ, മക്കളെ, നിങ്ങളോട് എനിക്ക് നന്ദിയുണ്ട് ഈ വേഷം കെട്ടിച്ചതിന്. പണവും സൗകര്യങ്ങളും ഈ കാണുന്ന ആഡംബരവുമാണ് ജീവിതമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പണത്തിനെ വെറുക്കാൻ ശ്രമിച്ചാൽ ജീവിതത്തെ സ്നേഹിക്കാൻ കഴിയും. പൂന്താനം പറഞ്ഞ് ഓർത്താ മതി. 2-4 ദിനം കൊണ്ട് ഒരുത്തനെ തണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ, മാളിക മുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ. എന്നും ഇതുപോലെ നല്ല സൗകര്യത്തിൽ ജീവിക്കാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യാത്ര പറയുന്നില്ല എങ്കിലും തമ്മിൽ കാണാതിരിക്കണമെന്നുള്ള പ്രാർത്ഥനയേ ഉള്ളൂ. വാ മോളെ, വാ. നീ വാ മോളെ.